നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അപ്പനെയും മകനെയും കൊണ്ട് പൊറുതിമുട്ടിയോ ബി.ജെ.പി. നേതൃത്വം? പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മോദി നേരിട്ടിറങ്ങി ബി.ജെ.പിയിലേക്ക് രണ്ടുപേരെയും എത്തിക്കുന്നത്. പാലാ മണ്ഡലത്തിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷോൺ ജോർജ്, പൂഞ്ഞാറിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായി മത്സരിച്ച പി.സി. ജോർജ്. രണ്ടുപേരെയും രംഗത്തേക്ക് ഇറക്കിയാൽ വലിയ ഒരു മുന്നേറ്റമുണ്ടാകും, ക്രിസ്ത്യൻ വോട്ടുകൾ പിടിച്ചടക്കാമെന്ന് ബി.ജെ.പി. പ്രതീക്ഷിക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ തന്നെ ഇവർ തിരിയുന്നു എന്നുള്ള സംശയങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷിച്ചതിൽ നിന്ന് വിപരീതമായി കേന്ദ്ര നേതൃത്വ നിലപാടുകൾ വരും മുമ്പ് തന്നെ രണ്ടുപേരും കടുത്ത ഭാഷയിൽ സഭയ്ക്കെതിരെ അടക്കം വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ആക്ഷേപം. തങ്ങൾ പറയുന്നത് സഭയ്ക്കെതിരെയല്ല, മറിച്ച് സഭയിൽ പ്രത്യേക ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി പ്രത്യേക ഗൂഢലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന, അങ്ങനെ കയറി കൂടിയിട്ടുള്ള ചില ആളുകൾക്കെതിരെയും അവർക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്നവർക്കെതിരെയുമാണ് എന്ന് ഷോൺ ജോർജും പി.സി. ജോർജും വ്യക്തമാക്കുകയാണ്, വിശദീകരിക്കുകയാണ്. എന്തായാലും പഠിക്കൽ കൊണ്ട് കലമുടച്ച മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ചില രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മിത്രാന്മാരും സഭാ മുഖപത്രമായിട്ടുള്ള ദീപികയും യു.ഡി.എഫിനായി ഇടപെട്ടു എന്ന ആരോപണവുമായിട്ട് കഴിഞ്ഞ ദിവസം ബി.ജെ.പി. നേതാക്കളായ പി.സി. ജോർജും മകൻ ഷോൺ ജോർജുമാണ് രംഗത്തെത്തുന്നത്. ഇതോടുകൂടെ വലിയ വിഷയമായി, വിവാദമായി. തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ശാന്തമായിരുന്ന ആ ഒരു സ്ഥലം ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ബി.ജെ.പിയുടെ ആ ഒരു വളർച്ച ഇല്ലാതാകാൻ പോകുന്നു എന്നൊക്കെയാണ് രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വരുന്നത്. എന്തായാലും അച്ഛനും മകനും പറഞ്ഞ വാക്കിൽ നിന്ന് ഒരു തരി പിന്നോട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇന്ന് മാധ്യമ പ്രവർത്തകരെയൊക്കെ കാണുമ്പോൾ പ്രതികരിക്കുന്നത്. യു.ഡി.എഫിന് വോട്ട് ചെയ്യണമെന്ന് മഠങ്ങളിൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് വിളിച്ചു പറഞ്ഞു എന്നാണ് പി.സി. ജോർജിന്റെ ആരോപണം. സഭയിലെ ചില മെത്രാന്മാർ വൃത്തികെട്ട പണിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായിട്ടുള്ള രീതിയിലായിരുന്നു ആ ഒരു വിശദീകരണം നൽകിയിട്ടുള്ളതും. ബോധവും വിവരവുമില്ലാത്ത പണിയാണ് മെത്രാന്മാരുടേതെന്നും വിദേശത്ത് നിന്ന് പണം മേടിക്കുന്നതിന്റെ കണക്ക് കാണിക്കുന്നതിന് എന്താണ് കുഴപ്പമെന്നുമാണ് പി.സി. ജോർജിന്റെ ചോദ്യം. അമിത്ഷാ ഇടപെട്ട് മെത്രാന്മാരോട് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ മെത്രാന്മാർ യു.ഡി.എഫിന് വേണ്ടി കുരയ്ക്കുകയാണെന്നാണ് പി.സി. ജോർജ് പറയുന്നത്. രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരായി തന്നെ കാണുകയുള്ളൂ എന്നും അവരോട് യാതൊരു ബഹുമാനവും ഉണ്ടാകില്ല എന്നും ദീപിക പത്രം വായിക്കുന്നവർക്ക് വട്ടാണെന്നും പി.സി. ജോർജ് പറഞ്ഞു വെക്കുന്നു. ഇത്രയും നാണം കെട്ട ഒരു പത്രമുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. ആ പത്രം വായിക്കരുതെന്ന് നിയമസഭയിലടക്കം താൻ പറഞ്ഞിട്ടുണ്ടെന്നും മെത്രാന്മാരോട് മെത്രാന്മാരാണ് സഭയെന്ന ആരും പറയേണ്ട കാര്യമില്ല എന്നും പി.സി. ജോർജ് ഇന്ന് മാധ്യമങ്ങളോട് വളരെ ക്ഷുഭിതനായിട്ട് പറയുകയുണ്ടായി. മെത്രാന്മാർ പറയുന്നത് പോക്രിത്തമാണ്, അത് ചൂണ്ടിക്കാണിക്കുക. ബി.ജെ.പിയെ കുറ്റപ്പെടുത്തണമെന്ന് പറയുന്നവരെ ആ രീതിയിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യും. സഭയുമായി അടുക്കണം എന്ന് ബി.ജെ.പി. പറഞ്ഞിട്ടില്ല. ജനങ്ങളുമായി അടുക്കണം എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യം. വിദേശത്ത് നിന്ന് വരുന്ന പണത്തിന്റെ കണക്ക് കാണിക്കാൻ എന്താണ് പ്രശ്നം എന്നതാണ് ചോദ്യം. അത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സഭയും എന്തോ തെറ്റ് ചെയ്യുന്നുണ്ടെന്നല്ലേ സൂചന എന്നും അവർ പറയുകയാണ്. ചില മെത്രാന്മാർ ജന്മന കോൺഗ്രസ് ആണ്. അവർ ബിഷപ്പായാലും മെത്രാനായാലും കോൺഗ്രസ് തന്നെയാണ്. മെത്രാന്മാർ രാഷ്ട്രീയത്തിൽ ഇടപെടാത്തതാണ് നല്ലത്. അവർ രാഷ്ട്രീയം പറഞ്ഞാൽ അതുപോലെ തന്നെ രാഷ്ട്രീയം പറയേണ്ടി വരും. ഇതൊക്കെയായിരുന്നു പി.സി. ജോർജിന്റെ കഴിഞ്ഞ ദിവസത്തെ വിവാദ പ്രതികരണങ്ങൾ. സഭാ മുഖപത്രം എന്ന പേര് ഉപയോഗിച്ചുകൊണ്ട് ദീപിക കോൺഗ്രസിന് വേണ്ടി ഇടപെടുന്നു എന്നായിരുന്നു പി.സി. ജോർജിന്റെ മകനായ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ ഷോൺ ജോർജിന്റെ ആരോപണം. FCR വിഷയത്തിൽ സഭാ നേതാക്കൾ ആശങ്ക പറഞ്ഞപ്പോൾ ബി.ജെ.പി. ഇടപെട്ടതാണെന്നും സഭാ പിതാക്കന്മാരുടെ അഭിപ്രായമല്ല ദീപികയിൽ വരുന്നത് എന്നും ഷോൺ ജോർജും പറയുന്നു. ഏതെങ്കിലും കോൺഗ്രസ് സർക്കാരുകളുടെ പണം കൈപ്പറ്റി ഇത്തരം വാർത്തകൾ പടച്ചുവിടുന്നത് നിർത്തണമെന്നും ഷോൺ ജോർജ് ആവശ്യപ്പെട്ടു. അല്ല എങ്കിൽ സഭാ മുഖപത്രം എന്ന പേര് തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ദീപികയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് തങ്ങൾക്കും അറിയണമെന്നും ദീപികയ്ക്കെതിരെ സഭാ ബിഷപ്പുമാർക്ക് പരാതി നൽകുമെന്നും ഷോൺ ജോർജ് പറയുന്നു. നിക്ഷേപകർ ആരൊക്കെയാണ് എന്നാണ് തങ്ങൾക്കുൾപ്പെടെ അറിയേണ്ടുന്നത്. ആ പണം പാലായിലെ ആളുകളുടെ കയ്യിൽ നിന്ന് പിരിച്ചു നൽകാം എന്നുള്ളതാണ്. ബി.ജെ.പിയെ അനുകൂലിക്കേണ്ട, പക്ഷേ നിഷ്പക്ഷമായി നിൽക്കണം എന്നുള്ളതാണ് ആവശ്യം. ഉപദ്രവിക്കണം എന്ന
രീതിയിൽ ഇടപെട്ടാൽ മറുപടി പറയാതിരിക്കാൻ കഴിയില്ലെന്നും രക്തത്തിൽ അടിഞ്ഞുപോയ UDF സ്നേഹമാണ് കാണുന്നത് എന്നും വലിയ രൂക്ഷ വിമർശനമുണ്ടായി. കഴിഞ്ഞ ദിവസത്തെ പത്രം എടുത്ത് അമിത്ഷാ ഇതെന്താണ് എന്ന് തങ്ങളോട് ചോദിച്ചാൽ എന്ത് മറുപടി പറയുമെന്നും ഷോൺ ജോർജ് ചോദിക്കുകയാണ്. അതേസമയം ഇന്ന് വിവാദങ്ങൾക്കിടെ പാലാ രൂപതയിലെത്തി ബിഷപ്പിനെ കണ്ട് NDA സ്ഥാനാർത്ഥിയായ PC ജോർജ് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് രംഗത്തേക്ക് വന്നിരുന്നു. രാഷ്ട്രീയ സന്ദർശനമല്ല നടത്തിയത്, സഭയുമായി തനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് PC ജോർജ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ദീപിക മുഖപ്രസംഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് ഫാരിസ് അബൂബക്കറിന്റെ പത്രമാണെന്നും അവന്റെ വാപ്പയെ പറ്റിയാണ് എഴുതിയതെന്നുമാണ് പ്രതികരണം. താൻ സഭയ്ക്കെതിരല്ല, കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനോടാണ് തനിക്ക് പ്രശ്നമുള്ളത് എന്നാണ് PC ജോർജ് പറയുന്നത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് അദ്ദേഹമാണ് മഠങ്ങളിലൊക്കെ വിളിച്ച് ഇത്തവണ UDFന് വോട്ട് ചെയ്യണമെന്ന നിർദ്ദേശം നൽകിയത്. നിഷ്കളങ്കമായി നിൽക്കേണ്ട ബിഷപ്പും സഭാ നേതൃത്വവും UDFന് അനുകൂലമായി പ്രവർത്തിച്ചു. അതാണ് തന്നെ വേദനിപ്പിച്ചത് എന്ന് PC ജോർജിന്റെ പ്രതികരണം വരുന്നു. മാർ പള്ളിക്കാപ്പറമ്പിൽ തിരുമേനിക്ക് 100 വയസ്സ് തികഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കാനാണ് താൻ ഇന്ന് ഇങ്ങനെ വന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സഭയ്ക്കെതിരെ താൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഒരു ബിഷപ്പിനെതിരെയാണ് തന്റെ പരാമർശങ്ങൾ. ബിഷപ്പുമാർ തെറ്റ് കാണിച്ചാൽ തെറ്റാണെന്ന് പറയുന്ന പാരമ്പര്യം തന്നെയാണ് തനിക്കുള്ളതെന്നും അതാണ് താൻ ചെയ്തതെന്നും PC ജോർജ് പറഞ്ഞു. രാഷ്ട്രീയം പറയാൻ വന്നതല്ല, രാഷ്ട്രീയം കളിച്ചാൽ ഇനിയും പറയുമെന്നും PC ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം സംസാരിക്കുന്ന ശൈലി മാറ്റുമോ എന്ന മാധ്യമ പ്രവർത്തകരോടുള്ള ചോദ്യത്തിന് PC ജോർജ് ഒരു ആക്ഷേപ രീതിയിലായിരുന്നു മറുപടി. ശൈലി മാറ്റാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ അദ്ദേഹം വിമർശിച്ചവരെ ഇത്തിൽ കണ്ണികളെന്നും വിളിച്ചു പരാമർശിച്ചു. ബിഷപ്പിനെ സന്ദർശിച്ച് മടങ്ങുന്നതിനിടെ രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമ പ്രവർത്തകരോടും PC ജോർജ് രോഷാകുലരായി തന്നെയാണ് മറുപടി നൽകിയത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ രൂക്ഷ ഭാഷയിലാണ് PC ജോർജ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. മര്യാദയാണോ കാണിച്ചത്? അത് പറയാൻ അയാൾക്ക് എന്താണ് അവകാശം? പൂഞ്ഞാറിലെ സ്ഥാനാർത്ഥികളിൽ സഭയ്ക്ക് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താനല്ലേ? എന്നിട്ട് എന്ത് കിട്ടിയിട്ടാണ് നാണം കെട്ടവർ UDFന് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്? സഭയെയും മെത്രാന്മാരെയും തള്ളി പറയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു PC ജോർജ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. അതേസമയം FCR ബില്ല് വരുമെന്നും വിദേശത്ത് നിന്ന് പണം വാങ്ങുന്നതിന്റെ കണക്ക് നൽകിയാൽ എന്താണ് കുഴപ്പമെന്നും PC ജോർജ് ചോദിക്കുന്നു. എന്തായാലും ഇത്തരമൊരു വിഷയം വളരെ വലിയൊരു രീതിയിൽ കേരളത്തിൽ ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. PC ജോർജ് തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ ഇത്തരമൊരു പരാമർശം നടത്തിയത് അത് സഭയ്ക്കെതിരായിട്ട് വരികയും അല്ലെങ്കിൽ സഭയോടുള്ള വിയോജിപ്പ് വ്യക്തമാകുന്ന തരത്തിലല്ലേ എന്നുള്ളൊരു ചോദ്യം ഒക്കെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇതിനൊക്കെയുള്ള ശക്തമായ മറുപടി PC ജോർജ് നൽകുന്നുണ്ട്. അതേസമയം പൂഞ്ഞാറിൽ 20,000 വോട്ടിന് ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും ഇത്തരം വിവാദ വിഷയങ്ങൾ നിൽക്കുമ്പോൾ തന്റെ മകന്റെ അഭിപ്രായങ്ങളോടുള്ള ഒരു നിലപാടും PC ജോർജ് വ്യക്തമാക്കുന്നു. അതേസമയം അച്ഛന്റെ അഭിപ്രായം അതുപോലെ തന്നെയായിരുന്നു ഷോൺ ജോർജിന്റെയും ഈ ഒരു അഭിപ്രായം എന്ന് പറയേണ്ടി വരുന്നത്. പരോക്ഷമായിട്ടുള്ള മറുപടിയുമായിട്ട് ദീപികയ്ക്കെതിരെ തന്നെയാണ് ഷോൺ ജോർജും രംഗത്തെത്തിയത്. എന്തായാലും ഇത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഇവർ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങൾ. ഇത് BJP നേതൃത്വത്തിന്റെ അറിവോടുകൂടെയാണോ, അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞ് രംഗത്തേക്ക് വരുമ്പോൾ അത് BJP നേതൃത്വം ഏത് തരത്തിൽ എടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഈ പറയുന്നത് പോലെ പ്രതീക്ഷിച്ചതിൽ നിന്ന് വിപരീതമായി ചീട്ടുകൊട്ടാലം പോലെ തകർന്നു BJPയുടെ സ്വപ്നങ്ങൾ, അതോ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ BJPക്ക് പ്രതീക്ഷ ഏറുകയാണോ എന്ന് കാത്തിരുന്ന് കാണേണ്ടത്.